ഹായ് ഹലോ എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. നമ്മൾക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഇതുപോലുള്ള വയറാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. റോളായിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഇതുപോലെ ഓരോരോ എണ്ണ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പല പല കളേഴ്സിലുള്ളത് അവൈലബിൾ ആണ്. പിന്നെ ക്വാളിറ്റി അനുസരിച്ച് ചെറിയ വില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അധികം വിലയൊന്നുമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള നെയിൽ പോളിഷാണ്. നമ്മളുടെ കയ്യിലൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യണില്ലേ, ആ സെയിം തന്നെയാണ്. ഞാനിവിടെ ഈ 3 കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലുള്ള ഒരെണ്ണം എടുക്കുക. ഇത് ഏകദേശം ഒരു 50 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മുകളിലായിട്ട് ഫോൾഡ് വന്ന ഭാഗമില്ലേ, ആ ഭാഗത്തായിട്ട് ഒരു റൂൾ പെൻസിലോ അല്ലെങ്കിൽ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ 3 റൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ താഴെ വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് പിരിച്ച് വെച്ച് കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം നമ്മൾ പിരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ആ പെൻസിലിൽ നിന്ന് അഴിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, 3 റൗണ്ടുകൾ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് വിടർത്തി കൊടുക്കുക. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ റൗണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലാണിത് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 2.5-3 സെൻറ്റിമീറ്റർ നീങ്ങിയിട്ട്, അളവൊന്നും നോക്കണ്ട, കുറച്ചൊന്ന് നീങ്ങിയിട്ട് നേരത്തെ ചെയ്ത ആ സെയിം രീതിയിൽ തന്നെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ 3 പ്രാവശ്യം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ നമ്മളിവിടെ കുറച്ച് സ്ഥലം വിട്ടിട്ടില്ലേ, അത്രയും ഒരു സ്ഥലം നമ്മളിതുപോലെ പിരിച്ചു വെച്ച് കൊടുക്കുക. ഇനി പെൻസിൽ അഴിച്ചെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് വിടർത്തി കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മുകളിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, പിന്നെ റൈറ്റ് സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേണം. അതിനായിട്ട് താഴേക്ക് ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് പിരിച്ച് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് പെൻസിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യണത്. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഒന്ന് പിരിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ അത് വിടർത്തി കൊടുക്കുക. ഈ രീതിയിൽ 4 എണ്ണമാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. താഴെ ബാക്കി വരുന്ന ഈ വയർ നമ്മൾ ഇതുപോലെ ഒന്ന് പിരിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിതിൽ നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന രീതിയിൽ ഈ ഓരോ റൗണ്ടിലും ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ 1-2 പ്രാവശ്യം ഒന്ന് ആക്കി കൊടുത്താൽ ഈ നെയിൽ പെയിൻറ്റ് ഇതിലിങ്ങനെ നമ്മൾ ബബിളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഇങ്ങനെ അതിൽ പറ്റിയിരുന്നോളും. ഇത് ഉണങ്ങണേന് മുമ്പ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇതിൽ ഹോള് വീഴും. ഉണങ്ങി കഴിഞ്ഞിട്ട് തൊട്ടാൽ ഒരു പ്രശ്നവുമില്ല. ഈ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒരു 6 എണ്ണം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. എത്ര എണ്ണം വേണമെന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. ട്രീയുടെ സൈസ് അനുസരിച്ച് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു വയറെടുക്കാം. ഇതുപോലെ മുകളിലായിട്ട് നമ്മളുടെ ട്രീയുടെ മുകളിലായിട്ട് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഈ രീതിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തൊരു പീസ് ഇതുപോലെ തന്നെ വെച്ചിട്ട് അതും കൂടി ചേർത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് താഴെ എത്തണ വരെ നമ്മളുടെ ഓരോരോ നമ്മളുണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പിരിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓരോരോ വയറും പല പല സൈസിലാണ് ഇവിടെ ഇങ്ങനെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വയറെടുത്തിട്ട് നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ട്രീക്ക് എത്ര ഹൈറ്റ് വേണോ ആ ഒരു ഹൈറ്റിൽ നമ്മൾ ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു കല്ലെടുക്കുക. നമുക്ക് ബീച്ചിലൊക്കെ കിട്ടില്ലേ, ഇതുപോലുള്ള ഉരുളൻ കല്ല് എടുക്കുക. നമ്മളിഷ്ടമാണ്, താഴെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കല്ലെടുക്കാം. അതിനുശേഷം ഈ ബാക്കി വരുന്ന ഈ വയറുകളൊക്കെ ഒന്ന് വിടർത്തി വെച്ചിട്ട് നമ്മളുടെ ഈ മരം ഈ കല്ലിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് വേരിങ്ങനെ ചുറ്റിപ്പിടിച്ച് വളരണം. ആ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ? ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പിന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണേന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാനായിട്ട് പറയുക. പിന്നെ എല്ലാവരും മറക്കാണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണണ്ടേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.